വേദനയുണ്ട് എങ്കിലും പറയട്ടെ. ഒരു സ്ത്രീ അപകടം പറ്റി കിടക്കുമ്പോഴും ചിരി ഇമോജി ഇടുന്ന ചില ആളുകളെ കണ്ട് അത്ഭുതം തോന്നുന്ന ചില പ്രൊഫൈലുകളെ കാണുന്നില്ലേ? ഈ ചോദ്യം ഉയർത്തുന്നത് ആരാണ്? ഒന്നാമത് രാഹുൽ മാങ്കൂട്ടം പോലെയുള്ളവരാണ്. രണ്ടാമത് ചില പ്രഖ്യാപിത ഇടതുപക്ഷക്കാരും നിഷ്പക്ഷ മാധ്യമക്കാരും പിന്നെ കുറെ ലിബറൽ നാട്യക്കാരും. ഇനി ഈ പരിപാടി തുടങ്ങിയത് ആരാണ്? അല്പം ചരിത്രം അറിയുന്നവർക്ക് അത് നന്നായി അറിയാം. ഈ പണി തുടങ്ങി വെച്ചത് ഇവിടത്തെ വലതുപക്ഷ മുന്നണി പോരാളികളാണ്. VT ബൽറാമും VD സതീശനും K സുധാകരനും റിജിൽ മാക്കൂറ്റിയും ഷാഫി പറമ്പിലും മുതൽ രാഹുൽ മാങ്കൂട്ടവും വരെ പിന്നെ അനേകം സംഘപരിവാർ തീവ്ര മുസ്ലിം ഐഡികൾ വരെ പിന്തുടരുന്ന സ്ട്രാറ്റജി തന്നെയാണ് മനുഷ്യ വിരുദ്ധതയുടെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി അതേ നിലയിൽ പ്രതികരണം നടത്തുന്ന ചുരുക്കം ചിലർ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രതിനിധികൾ ആവുന്നത്? അതെങ്ങനെയാണ് പൊതുവൽക്കരിക്കപ്പെടുകയും വാർത്തയായി മാറുകയും ചെയ്യുന്നത്? ഓർക്കുക, മുൻപ് പറഞ്ഞവന്മാർക്കുള്ള പ്രിവിലേജ് എങ്ങനെയാണ് ഇവിടെ ഇല്ലാണ്ടാകുന്നത്. VT ബൽറാമും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അവരുടെ പിണി ആളുകളും പറയുന്ന മനുഷ്യവിരുദ്ധതയൊന്നും ചർച്ചയാകാതിരിക്കുകയും ഏതോ പേരില്ലാത്ത ഐഡികൾ വഴി വരുന്നത് വൻ ചർച്ചയാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കേരള പൊതുസമൂഹം സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണിത്. ഈ നാട് നമ്മുടേതായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. K സുധാകരനും VD സതീശനും VT ബൽറാമും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രസരിപ്പിക്കുന്ന നൃശംസത ഈ നാടിന് അനുഗുണമാണോ എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. എന്നിട്ട് ക്ലാസ് എടുക്കുക. ഉമാ തോമസ് എത്ര വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ നാടിന്റെ സർവ്വസന്നാഹവും ഉപയോഗപ്പെടുത്തുകയും അവരുടെ തിരിച്ചു വരവിനായി പ്രയത്നിക്കുകയും ചെയ്യും. അത് ഇടതുപക്ഷത്ത് നിൽക്കുന്നവരുടെ ഉറപ്പ് തന്നെയാണ്. കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഏറ്റവും വിഷമമുള്ള ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. സൈലന്റ് കില്ലർ എന്നൊക്കെ വിളിപ്പേരുണ്ട്. അങ്ങനെയുള്ള അസുഖം ബാധിച്ച് ചികിത്സയിലുള്ളപ്പോഴാണ് K സുധാകരൻ കോടിയേരിയെ കുറിച്ച് മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്: അസഹനീയമായ ചികിത്സ കാരണമാവാം കോടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിർക്ക് സംഭവിക്കുന്നുവെന്ന്. വയ്യാത്തത് കാരണം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് ഒരു വിക്കറ്റ് വീണു എന്നാണ്. ഗുണ്ടാകരനും പറവൂർ തുപ്പിയും ഒന്നും നമ്മുടെ രാഷ്ട്രീയ പാഠപുസ്തകങ്ങൾ ആകാതെ നോക്കേണ്ട രാഷ്ട്രീയ ജാഗ്രത നാം പുലർത്തേണ്ടതായുണ്ട്. തൃക്കാക്കര MLA എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ.